ഗൈസ്, ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു എങ്ങനെ ഈ ചാപ്റ്റർ ഇത്രയും സിമ്പിളായി പോയിന്ന്. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. എന്നാലോ നിങ്ങൾക്ക് 6 ആക്ടിവിറ്റിയാണ് നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവുക. 6 ആക്ടിവിറ്റിയിൽ ഒരു ആക്ടിവിറ്റി ഷുവർ ആയിട്ടും ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലായിരിക്കും. അപ്പൊ ഈ ചാപ്റ്റർ വേഗത്തിൽ മിസ് അങ്ങോട്ട് പഠിപ്പിച്ചാലോ. അപ്പൊ ഈ ചാപ്റ്ററിൽ ആദ്യം 3 ടൈപ്പ് ത്രികോണങ്ങൾ പഠിക്കാനുണ്ട്. ഒരു ടൈപ്പ് എന്ന് പറയുന്നത് 3 സൈഡ്സ് തന്നാൽ, അതായത് ത്രികോണത്തിന്റെ 3 സൈഡ്സ് തരും, 3 വശങ്ങൾ തരും. അങ്ങനെയെങ്കിൽ ത്രികോണം എങ്ങനെയാ വരയ്ക്കാനുള്ളത്. ഇനി 2 സൈഡും ഒരു ആംഗിളും തരും. അങ്ങനെയെങ്കിൽ ട്രയാങ്കിൾ എങ്ങനെയാ വരയ്ക്കാന്നുള്ളത്, അതായത് 2 വശവും ഒരു കോണും. അല്ലെങ്കിൽ ഒരു സൈഡും 2 ആംഗിളും തരും. അങ്ങനെയെങ്കിൽ ട്രയാങ്കിൾ എങ്ങനെയാ വരയ്ക്കാന്നുള്ളത്. ഈ 3 ടൈപ്പ് ആൾക്കാരെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ചാപ്റ്ററിൽ ആകെ പഠിക്കാനുള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ നോക്ക്, ഓരോന്നും നോക്കുകയാണെ. ഒന്നാമത്തെ, ഡ്രോ എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് എ സൈഡ് ലെങ്ത് ഓഫ് 3 സെന്റിമീറ്റർ. ഒരു വശം 3 സെന്റിമീറ്റർ ആയിട്ടുള്ള സമഭുജ ത്രികോണം വരയ്ക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം അറിയേണ്ടത് എന്താടാ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ എന്താടാ ഈ സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. സമഭുജ ത്രികോണം എന്ന് പറയുന്നത് 3 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ളതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. അപ്പൊ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഒരു സൈഡ് 3 ആണെങ്കിൽ ഇതിന്റെ എല്ലാ സൈഡും 3 തന്നെ ആയിരിക്കും ഇതിന്റെ എല്ലാ സൈഡും. സിമ്പിൾ അല്ലേ. അങ്ങനെയെങ്കിൽ ഇതാ നോക്കി, അടുത്തത് ഇതെങ്ങനെയാ വരയ്ക്കാന്ന് മിസ് പറഞ്ഞുതരാം. അതായത് നമ്മളുടെ സ്വന്തം സ്കെയിലും അതുപോലെ കോമ്പസും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. അതായത് താഴെ 3 സെന്റിമീറ്ററുള്ള ലൈൻ അല്ലേ. അപ്പൊ ഞാൻ ഒരു താഴെ 3 സെന്റിമീറ്ററുള്ള ലൈൻ വരച്ചേ. ഇനി അടുത്തത് നോക്കിയടാ, നമുക്ക് ഇവിടുന്ന് എങ്ങനെ വേണം, 3 സെന്റിമീറ്റർ ആണ് നമുക്ക്. നമുക്ക് 3 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുന്നു, നമ്മളുടെ സ്വന്തം കോമ്പസിൽ എടുക്കുന്നു. എന്നിട്ട് ഈ ഒരു എൻഡിൽ നിന്ന് 3 സെന്റിമീറ്ററാ പോകുന്നത്. അപ്പൊ ഈ എൻഡിൽ ഞാൻ സൂചി പോലത്തെ ഭാഗം വെക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, 3 സെന്റിമീറ്ററിൽ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഇതാ നോക്ക്, ഈ ഒരു സെന്ററിൽ വെക്കുന്നു, 3 സെന്റിമീറ്ററിൽ ആർക്ക് വരയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവന്മാരെ കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം മതി. ഇവിടെ കൂട്ടി യോജിപ്പിക്കുന്നു, ഇവനെ കൂട്ടി യോജിപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് നമ്മളുടെ സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത 3 സൈഡ്സ് തന്നാൽ അപ്പൊ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ലേ. ഇത് 3 സെന്റിമീറ്റർ ആയപ്പോൾ 3 സെന്റിമീറ്ററിൽ ആർക്ക് വരച്ചു, 3 സെന്റിമീറ്ററിൽ ആർക്ക് വരച്ചു. ഇനി 4 സെന്റിമീറ്റർ ആണെങ്കിൽ 4 സെന്റിമീറ്റർ ഇവിടെ ആർക്ക് വരയ്ക്കുന്നു, 5 സെന്റിമീറ്ററിൽ ഇവിടെ ആർക്ക് വരയ്ക്കുന്നു. അങ്ങനെ ചെയ്താൽ മതി. ഇനി അടുത്ത് നോക്ക്, ട്രയാങ്കിൾ LMN വരയ്ക്കാനാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ വെറുതെ ഒരു ട്രയാങ്കിൾ വെറുതെ റഫ് ഫിഗർ വരച്ചു നോക്കുകയാണെ. LMN എന്നാണ് ഇതിന്റെ പേര്. എന്നിട്ട് ഇവർ പറയാണ് LM 6 സെന്റിമീറ്റർ ആണ്. M 6 സെന്റിമീറ്റർ, MN 7 സെന്റിമീറ്റർ, MN 7 സെന്റിമീറ്റർ. ഇനി M 70 ഡിഗ്രി, ഇതിന്റെ നടുവിലുള്ള ഈ M 70 ഡിഗ്രിയാണ്. അപ്പൊ മിസ് എന്താ ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇത് വരയ്ക്കാൻ വേണ്ട ആളായിരിക്കുമെന്നറിയോ, നമ്മളുടെ സ്കെയിലും പ്രൊട്രാക്ടറും ആണ് വേണ്ടത്. അപ്പൊ ഞാൻ എന്താ ചെയ്യുക, 6 സെന്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കുക. 6 സെന്റിമീറ്റർ ഞാൻ ചെറിയ 6 സെന്റിമീറ്റർ വരയ്ക്കാം. ഇത് 1/2 സെന്റിമീറ്റർ കൂട്ടിയിട്ട്. ഓക്കെ, 6 സെന്റിമീറ്റർ ഒരു ലൈൻ വരച്ചേ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 70 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുക. അപ്പൊ ഞാൻ നോക്കുക, 0, 10, 20, 30, 40, 50, 60, 70 ഡിഗ്രിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കും. ആ ലൈൻ എത്ര നീളം വേണ്ടത്, 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ 70 ഡിഗ്രിയിൽ വെറുതെ ഞാൻ ഒരു ലൈൻ വരച്ചു. എന്നിട്ട് നമ്മൾ നോക്കുക, 70 ഡിഗ്രിയിലുള്ള ലൈനിന് എത്ര നീളം വേണ്ട, 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഞാൻ ഈ ഒരു ലൈൻ അളന്നു നോക്കും. ഈ ലൈൻ അളന്നു നോക്കിയിട്ട് 7 സെന്റിമീറ്ററിൽ കറക്റ്റ് ഞാൻ മാർക്ക് ചെയ്യും. ബാക്കി എനിക്ക് വേണ്ടാത്ത ഭാഗം ഞാൻ എന്ത് ചെയ്യും, മായ്ച്ച് കളയും. ഇവിടെ ഇവനെ മായ്ച്ച് കളഞ്ഞു. അപ്പൊ എന്തായി, നമ്മൾ ഇത് എത്ര സെന്റിമീറ്റർ ആയി, 7 സെന്റിമീറ്റർ ആയി. 6, 7. ഇനി എന്ത് ചെയ്താൽ മതിയാവും, ഇവനൊന്ന് ജസ്റ്റ് കൂട്ടി യോജിപ്പിച്ചാൽ മതിയാവും. നമ്മളുടെ ട്രയാങ്കിൾ റെഡി. ഇവിടെ നമ്മളുടെ ട്രയാങ്കിൾ റെഡി. ഇത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിൾ അല്ലേ കാര്യം. അങ്ങനെയെങ്കിൽ ഇതാ നോക്ക്, അടുത്തൊന്നുകൂടി. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് 1 സൈഡ് 6 സെന്റിമീറ്റർ ആംഗിൾ 50 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി ഓൺ ദ 2 ends ഓഫ് ദ സൈഡ്. ഒരു വശം 6 സെന്റിമീറ്ററും ഈ വശത്തിന്റെ 2 അറ്റങ്ങളിലുള്ള കോണ് 50 ഡിഗ്രി 70 ഡിഗ്രിയും ആയിട്ടുള്ള ഒരു ത്രികോണം വരയ്ക്കാനാണ് മക്കളോട് പറഞ്ഞത്. അപ്പൊ ഞാൻ ആദ്യം എന്താ ചെയ്യുക, ഒരു റഫ് ഫിഗർ വെറുതെ വരച്ചു നോക്കും. ഇവരെന്താ പറയുന്നത്, ഒരു സൈഡ് 6 സെന്റിമീറ്റർ, ഇതിന്റെ 2 എൻഡിലുള്ള 2 അറ്റത്തുള്ള കോണുകൾ എന്താണ്, 50 ഡിഗ്രി 70 ഡിഗ്രി എന്നാണ് ഇവർ പറഞ്ഞത് അല്ലെ. 50 ഡിഗ്രി 70 ഡിഗ്രി. അപ്പൊ അങ്ങനെ നോക്ക്, ആ 50 ഡിഗ്രിയും 70 ഡിഗ്രിയും ഇങ്ങനെയാണേ വേണ്ടത്. അപ്പൊ മിസ് എന്ത് ചെയ്യും, ഇതിന് വേണ്ട എന്തൊക്കെയാണ്, നമുക്ക് എന്തായാലും സ്കെയിൽ വേണം 6 സെന്റിമീറ്ററിലെ ലൈൻ വരയ്ക്കാൻ. പ്രൊട്രാക്ടറിലാണ് നമ്മൾ
കോണ് എടുക്കുക. അങ്ങനെയെങ്കിൽ ഈ പ്രൊട്രാക്ടറും ഇവനും മതി. അപ്പൊ 6 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചേ. ഇനി എന്താ ചെയ്യുക? 50 ഡിഗ്രിയും 70 ഡിഗ്രിയും. അപ്പൊ 50 ഡിഗ്രിയിൽ നോക്ക്, ഇവിടെ നോക്ക്, ഈ താഴത്തെ ലൈന് ഇവിടെ ഇങ്ങനെ കൂട്ടിമുട്ടുന്ന രീതിയിൽ ഞാൻ ഇവിടെ വെക്കുന്നു. 50 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടം വരെയാണ്. 50 ഡിഗ്രിയിൽ മിസ് എന്ത് ചെയ്യുന്നു? ഒരു ലൈന് വരയ്ക്കുന്നു. എത്രയാണ്? 50 ഡിഗ്രിയിലാണ് മിസ് വരച്ചത്, 50 ഡിഗ്രി. ഇനി അപ്പുറത്തുനിന്ന് 70 ഡിഗ്രിയാണ്. അപ്പൊ മിസ് എന്ത് ചെയ്യുന്നു? നമുക്ക് 70 ഡിഗ്രിയിലെ 70 ഡിഗ്രിയിൽ ഇവിടെ 70 ഡിഗ്രി നോക്കേ, 70 ഡിഗ്രി, 1 2 3 4 70 ഡിഗ്രി. അപ്പൊ 70 ഡിഗ്രിയിൽ മിസ് എന്ത് ചെയ്യും? 70 ഡിഗ്രിയിൽ അടുത്ത ആംഗിൾ വരയ്ക്കുകയാണ്. ഓക്കെ, 70 ഡിഗ്രിയിൽ മിസ് എന്ത് ചെയ്യും? അടുത്ത ആംഗിൾ വരയ്ക്കുക. അവിടെ പോയി 70 ഡിഗ്രിയിൽ അടുത്ത ആംഗിൾ വരയ്ക്കും. ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കും. ഇവന്മാർ കൂട്ടിമുട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകൂടി ഇതിനെ നീട്ടി വരയ്ക്കുന്നു. ഇവന്മാർ കൂട്ടിമുട്ടുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇവനെ ഒന്നും കൂടെ നീട്ടിയായിട്ട് വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയില്ലേ? 60 ഡിഗ്രി, 50 ഡിഗ്രി, 70 ഡിഗ്രി, 6 സെന്റിമീറ്ററുള്ള കിട്ടി. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് ചോദിക്കുക എങ്ങനെയാണെന്നറിയോ? ചിലപ്പോൾ ഇതുപോലൊരു ത്രികോണം, അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു ത്രികോണൊക്കെ ആയിട്ട് സ്റ്റാറൊക്കെ ചോദിക്കും. 2 ത്രികോണങ്ങൾ കൂട്ടി വെച്ച് വരയ്ക്കുന്ന സ്റ്റാറൊക്കെ നിങ്ങളോട് ചോദിക്കും. ആ സ്റ്റാറൊക്കെ തന്നാലും മക്കൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും പതറരുത്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ട്രയാങ്കിൾ വരയ്ക്കുക എങ്ങനെയാണെന്ന് പഠിച്ചല്ലോ. അപ്പോൾ ആ ട്രയാങ്കിൾ വരച്ച് നിങ്ങൾ ഏകദേശം ചിത്രം നിങ്ങൾ അവിടെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ മക്കൾ ഇതുപോലെയുള്ള ചിത്രം കണ്ടിട്ട് ഞെട്ടിത്തരിച്ച് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഏകദേശം ആ ചിത്രം നിങ്ങൾ എങ്ങനെയെങ്കിലും നോക്കിയെങ്കിലും വരയ്ക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് വേറെ ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ പറയുന്നത്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവനാണ്. അതായത് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സിന് പ്രത്യേകതകൾ ഉണ്ട് അല്ലെ. അതായത് നമ്മളോട് തരും ഇപ്പോൾ 2 5 6 ഈ 3 വശങ്ങൾ ട്രയാങ്കിളിന്റെ സൈഡ് ആവോന്ന് ചോദിക്കും. അതായത് 2 5 6 എന്ന് പറഞ്ഞ 3 സൈഡ്സ് തന്നിട്ടുണ്ട്. ആ 3 സൈഡ്സ് ട്രയാങ്കിളിന്റെ സൈഡ് ആവോന്ന് നിങ്ങളോട് ചോദിക്കും. 2 സൈഡ് ട്രയാങ്കിളിന്റെ ഈ 3 സൈഡ് ട്രയാങ്കിളിന്റെ സൈഡ് ആവോന്ന്. ട്രയാങ്കിളിന്റെ സൈഡ് ആവുന്ന എപ്പോഴാണെന്നറിയോ? നമ്മൾ എന്ത് ചെയ്യുക? ഈ വലിയ സൈഡിനെ ഇങ്ങനെ വട്ടിടുക. വലിയ സൈഡ് 2 5 6 വലിയ നമ്പർ ഏതാ? 6ആണ്. 6നെ വട്ടിടുക. 2ഉം 5ഉം കൂട്ടിയാൽ എത്ര ആയിട്ടാ? 7. കൂട്ടി കിട്ടുന്നത് ഇവനേക്കാൾ വലുതാവുമ്പോൾ, കഷ്ടപ്പെട്ട് കൂട്ടല്ലേ, കഷ്ടപ്പെട്ട് കൂട്ടി കിട്ടുന്നത് വലുതാവുമ്പോൾ മാത്രമേ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, അതായത് ഞാൻ ഇപ്പൊ പറയാണ് 2 5 3. അപ്പൊ ഇതിൽ നോക്ക്, വലിയ നമ്പർ ഏതാണ്? ഇവനാണ് അല്ലെ. ബാക്കി ചെറിയ 2 നമ്പറിനെ കൂട്ടിയാൽ എത്ര ആയിട്ടാ? 5ആ കിട്ടത്. അതായത് ഇതിനേക്കാൾ വലുതാണോ ഇവന്? അല്ല അല്ലെ. കഷ്ടപ്പെട്ട് കൂട്ടിയ വലുതല്ല, ഈക്വലാ. അപ്പൊ ഇതിനെ കൊണ്ട് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റൂല. പക്ഷെ ഇവന് നോക്ക്, കഷ്ടപ്പെട്ട് കൂട്ടി കിട്ടിയത് വലുതായിരുന്നു. അപ്പൊ ഇതിനെ കൊണ്ട് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇതിൽ ക്വസ്റ്റ്യൻ നോക്ക്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ലെങ്ത് cannot be the side of triangle. എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. എക്സാമിന് മിക്കവാറും ക്വസ്റ്റ്യൻ വരാറ് നമ്മളുടെ ട്രയാങ്കിളിന്റെ സൈഡ് ആവോ എന്നല്ല ചോദിക്കുക, ട്രയാങ്കിളിന്റെ സൈഡ് ആവാത്തത് ഏതാണ് എന്നാ നിങ്ങളോട് ചോദിക്കുക. അതാ നമുക്ക് താഴെ പറയുന്നവയിൽ ത്രികോണങ്ങളുടെ വശങ്ങൾ അല്ലാത്തത് ഏത് എന്നാ മക്കളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ചിട്ട് എല്ലാത്തിനും ആൻസർ ഇതാൻ പാടുള്ളേ. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്ക്, നമ്മളുടെ ഒന്നാമത്തെ നോക്ക്, 2 8 8 8 അല്ലേ വലുത്. അപ്പോൾ ഒരു 8 ഞാൻ വട്ടട്ടെ. ബാക്കി 2 എണ്ണം 2ഉം 8ഉം കൂട്ടിയാൽ 10. കഷ്ടപ്പെട്ട് കൂട്ടി കിട്ടിയ വലുതാണ്. 2 2 3 വലിയ 3ആണ്. അപ്പൊ 2ഉം 2ഉം കൂട്ടിയാൽ എത്രയാ? 4. കഷ്ടപ്പെട്ട് കൂട്ടി കിട്ടിയ വലുതാണ്. വലുതേതാ? 3 4 5 5ആണ് വലുത്. അപ്പൊ 3ഉം 4ഉം കൂട്ടിയാൽ എത്ര കിട്ടുക? 3ഉം 4ഉം 7ആണ്. കഷ്ടപ്പെട്ട് കൂട്ടി കിട്ടിയ വലുതാണ്. ഇനി ഏതാ ഏറ്റവും വലുത്? 1 2 3. ഏതാ വലുത്? 3. 1ഉം 2ഉം കൂട്ടിയാൽ എത്ര കിട്ടുക? 3. കഷ്ടപ്പെട്ട് കൂട്ടി കിട്ടിയ വലുതാണോ? അല്ല, വലുതല്ല, ഈക്വൽ ആയി പോയി. അപ്പൊ ഇതാണ് ട്രയാങ്കിളിന്റെ ലെങ്ത് അല്ലാത്തത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് വരും. അതായത് 2 6 അതാണ് ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ്. മൂന്നാമത്തെ സൈഡ് ഏതായിരിക്കും എന്നാണ് നിങ്ങളോട് ചോദിക്കുക. മൂന്നാമത്തെ സൈഡ് ഏതൊക്കെ നമ്പർ ആവാം? മക്കൾ എന്താ ചെയ്യേണ്ടത് അറിയോ? പല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. മിസ് പഠിപ്പിച്ച രീതി ഇത്രയേ ഉള്ളൂ. ഈ 2 നമ്പറിനെയും തമ്മിൽ കൂട്ടുക. 6ഉം 2ഉം കൂട്ടിയാൽ എത്രയാണ്? 8ആണ്. ഇനി ഇവന്മാരെ തമ്മിൽ കുറയ്ക്കുക. 6ന്ന് 2 കൂട്ടിയാൽ എത്രയാണ്? 4ആണ് അല്ലെ? 4ആണ്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4ന്റെയും 8ന്റെയും ഇടയിലുള്ള നമ്പേഴ്സ്. അതായത് ആരൊക്കെ അവര്? 5 ഉണ്ടാവും, 6 ഉണ്ടാവും, 7 ഉണ്ടാവും. ഇതാണ് നമ്മളുടെ
മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത്. ആരൊക്കെ ആയിരിക്കും? 5 ഉണ്ടാവും, 6 ഉണ്ടാവും, 7 ഉണ്ടാവും. അത്രേ വരുള്ളൂ. അപ്പൊ 2 നമ്പറിനെ കൂട്ടുക, 2 നമ്പർ കുറയ്ക്കുക. അവന്മാർ രണ്ടാളെയും ഇടയിലുള്ള നമ്പേഴ്സ് ആയിരിക്കും മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്ക്. The length of the sides of a triangle are all natural numbers and 2 of the sides are 1 and 99. What is the length of the third side? ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം എണ്ണൽ സംഖ്യകളാണ്. കൂടാതെ 2 വശങ്ങൾ എന്ന് പറയുന്നത് 1 ഉം 99 ആണെങ്കിൽ മൂന്നാമത്തെ വശം എത്രാന്നാ ചോദിച്ചത്. മിസ് എന്താ പറഞ്ഞത്? ഇവന്മാർ രണ്ടാളെയും തമ്മിൽ കൂട്ടുക, 99 1 കൂട്ടിയാൽ 100 ആണ്. ഇവന്മാർ രണ്ടാളും തമ്മിൽ കുറയ്ക്കുക, 99 1 കുറച്ചാൽ 98 ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ മൂന്നാമത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 98ന്റെയും 100ന്റെയും ഇടയിലുള്ള നമ്പേഴ്സ്. 98ന്റെയും 100ന്റെയും ഇടയിൽ ആരാളുള്ളത്? 98, 99, 100. അപ്പൊ 99 ആണുള്ളത്. അപ്പൊ മൂന്നാമത്തെ സൈഡ് എത്രയായിരിക്കും? 99 ആയിരിക്കും. സിമ്പിൾ ചാപ്റ്റർ അല്ലേ? അപ്പൊ ഇത്രയേ പഠിക്കാനുള്ളൂ. 3 ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് വരയ്ക്കാൻ നമ്മൾ പഠിച്ചു. ഇനി വേറെന്താ പഠിച്ചത്? ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് ആവോ എന്നുള്ള ചോദ്യം പഠിച്ചു. ആൻഡ് അടുത്ത എന്താ പഠിച്ചത്? നമ്മളുടെ 2 സൈഡ് തന്നാൽ മൂന്നാമത്തെ സൈഡ് ഏതാന്ന് പഠിച്ചു. ഇത്രയേ പഠിക്കാനുള്ളൂ. ആൻഡ് ഓൾസോ ഇങ്ങനെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യുക? നമ്മളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ഇപ്പൊ ഒരു ഓഫർ നടക്കുന്നുണ്ട്. ആ ഒരു ഓഫർ എന്തായാലും മാക്സിമം ഉപയോഗപ്പെടുത്തുക കേട്ടോ. നമ്മളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന് ഇപ്പം വരുന്നതെന്ന് വെച്ചാൽ 2499 രൂപയാണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന്റെ ഇപ്പോഴത്തെ എമൗണ്ട് എന്ന് പറയുന്നത്. മക്കൾ എന്ത് ചെയ്യുക? നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് കുഞ്ഞു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ഓഫർ ഈ ഒരു എക്സാം കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിന് മുകളിൽ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാം. ആ രജിസ്ട്രേഷൻ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തിടുക കേട്ടോ. രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കൊക്കെ ഓഫർ ലോക്ക് ആയി കഴിഞ്ഞു. ദെൻ ഇവിടുന്ന് വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം, ഉഷാറായിട്ട് പഠിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.